ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം നല്ലൊരു റിക്കവറിയാണ് നിഫ്റ്റിയും സെൻസെക്സ് നടത്തിയത്. എൻഡിങ്ങിൽ നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തതെങ്കിലും ലോയിൽ നിന്ന് നല്ല രീതിയിൽ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക്. നിഫ്റ്റി ക്ലോസ് ചെയ്യുന്ന സമയത്ത് 34 പോയിന്റ് താഴ്ന്നു, സെൻസെക്സ് 77 പോയിന്റ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി പക്ഷേ റെക്കോർഡ് ഹൈൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അടുത്ത് തന്നെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരാനുണ്ട്. അപ്പോൾ ഒരു റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റി അത്ര രീതിയിൽ കയറിയത്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്കും റിയൽറ്റി സെക്ടറും 2% അപ്പായിരുന്നു. നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത സെക്ടേഴ്സ് IT, മെറ്റൽസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെഗ്മെൻറ്റാണ്. ഏകദേശം 0.5% അതിന് കൂടുതലും ഡൗൺ ആയിരുന്നു ഈ സെക്ടറുകൾ. ഇനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1.19% അപ്പായിരുന്നു. മിഡ് ക്യാപ്പ് 0.62% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അദാനി പോർട്സ്, M&M, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടോപ്പ് ലോസസിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഹീറോ മോട്ടോകോപ്പ്, ടെക് മഹീന്ദ്ര, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1529 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1402 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പിന്നെ ഓട്ടോ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ അവസാനം സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ ടോപ്പ് ലോസേഴ്സ് നോക്കിയാൽ പ്രധാനമായിട്ട് ഓട്ടോ സെക്ടർ കമ്പനികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡാറ്റ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൽ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യയുടെ PMI ഡാറ്റയുമായി ബന്ധപ്പെട്ടാണ്. PMI ഡാറ്റ ഇൻഡെക്സ് 57.6 താഴ്ന്നിട്ടുണ്ട് മെയിൽ. കഴിഞ്ഞ ഏപ്രിലിൽ അത് 58.2 ആയിരുന്നു. കഴിഞ്ഞ 3 മാസത്തെ ഏറ്റവും കുറഞ്ഞ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. US താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ഡിക്ലൈനാണിത്. പക്ഷേ ഡിപ്പ് ഉണ്ടായെങ്കിലും ലോങ് ടേം ആവറേജ് ആയിട്ടുള്ള 54.1 മുകളിൽ തന്നെയാണ് ഇപ്പോഴും PMI ഇൻഡെക്സ് ഉള്ളത്. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, US എന്നിവിടങ്ങളിൽ നിന്ന് ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ഓർഡേഴ്സ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ജൂൺ 4 സർവീസസ് PMI ഡാറ്റ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആ സമയമാകുമ്പോൾ ഞാൻ അതും അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം, അതായത് മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട്. അതിൽ ചില കമ്പനികളുടെ മാത്രം ഇന്ന് നോക്കാം, ബാക്കി നമുക്ക് നാളെ നോക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് ബജാജ് ഓട്ടോൻ്റെയാണ്. ബജാജ് ഓട്ടോൻ്റെ സെയിൽസ് 8% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. 3.8 ലക്ഷം യൂണിറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യ സെയിൽസ് പക്ഷേ ഫ്ലാറ്റ് ആയിരുന്നു, 2.3 ലക്ഷം യൂണിറ്റ്സ് തന്നെയായിരുന്നു. എക്സ്പോർട്ട്സ് പക്ഷേ ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്, 22% വർദ്ധിച്ച് 1.6 ലക്ഷം യൂണിറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ 3 വീലേഴ്സ് സെയിൽസ് 5% വർധനവുണ്ട്. ഇയർ ഓൺ ഇയർ ഡാറ്റയാണെല്ലാം. അത് 52,251 യൂണിറ്റ് ആയിട്ടുണ്ട്. 2 വീലർ സെയിൽസ് 9% വർധനവുണ്ട്, 3.3 ലക്ഷം യൂണിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള ഹുണ്ടായി മോട്ടോഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ സെയിൽസ് 7.6% കുറഞ്ഞിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. ഇപ്പോൾ അത് 58,701 യൂണിറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യ സെയിൽസ് 11% ഇടിവുണ്ടായിട്ടുണ്ട്, അത് 43,861 യൂണിറ്റ് ആയിട്ടുണ്ട്. എക്സ്പോർട്ട്സ് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, 3% വർദ്ധിച്ച് 14,840 യൂണിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലിസ്റ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട ഓട്ടോ കമ്പനി ആയിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഡീറ്റെയിൽസ് നോക്കാം. അവരുടെ ഇന്ത്യ PV സെയിൽസ് 5.6% കുറവുണ്ടായിട്ടുണ്ട്, 1,35,962 യൂണിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എക്സ്പോർട്ട്സിൽ നല്ലൊരു വർധന ഉണ്ടായിട്ടുണ്ട്, 80% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 31,219 യൂണിറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ സെയിൽസിലും ചെറിയൊരു വർധനവുണ്ട്, 3.16% വർദ്ധിച്ച് 1,80,077 യൂണിറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഡാറ്റയും ഞാനിപ്പോൾ പറയുന്നുള്ളത് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഓക്കെ, ബാക്കി കമ്പനികളുടെ നമുക്ക് നാളെ നോക്കാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക.